ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അവിടത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് പോകാം. കണ്ണൂർ എത്തുന്നുള്ളൂ. കണ്ണൂർ മസവ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കല്യാണം ഉള്ളത്. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ കണ്ണൂർ സൗത്തിൽ നിർത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടെ പരിപാടി, എന്തൊക്കെയാണ് അവിടെ ഉള്ളത്. പിള്ളേരൊക്കെ നേരത്തെ പോയിട്ട്, അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ്സിലുണ്ട്. ക്ലാസ്സിൽ പോയിട്ട് അങ്ങനെ പോകാമെന്ന് വെച്ചു. ട്രെയിനെടുത്ത് എൻ്റെ ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചല്ല. നോക്കാം, നമുക്ക് ഇതൊരു കുറച്ച് ഇതായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബ്ലോഗാക്കാം. ഓക്കെ, 4:45. അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. കഴിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. 5 മണി ഇങ്ങനെയാണ് ഒരു ഇതിൻ്റെ പറഞ്ഞത്. നോക്കാം നമുക്ക്. ഇതിലാണ് ഞാൻ അന്നൊരു വ്ളോഗ് എടുത്തത്. ആ ഒരു ഫോണിൽ തന്നെയാണ് ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ക്ലിയർ എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ എന്തായാലും കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഞാൻ അവിടെ ചെന്നിട്ടറിയാം എന്താണ് അവസ്ഥ. ആൻഡ് ബൈ ദ വേ, ഞാൻ കണ്ണൂരേക്ക് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ട്രെയിനിലേക്ക് പോകുന്നത്. കണ്ണൂർ എത്രയോ കാലത്തിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ കണ്ണൂരേക്ക് ട്രെയിനിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് വേണം കോസ്റ്റ്യൂമൊക്കെ മാറാൻ. നമ്മളെല്ലാവരും ബ്ലാക്കാണ് പ്ലാൻ ഇട്ടത്. ആരൊക്കെ ബ്ലാക്ക് ഇടും ഇട്ടിട്ടുണ്ടെന്നൊന്നും അറിയില്ല. ഞാൻ തന്നെ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. യെസ്, ഇത് എന്താ പറയുക, വലിയ കുഴപ്പമൊന്നും എനിക്ക് ഫോണ് എന്താ പറയുക, കുറച്ചൊരു ക്ലാരിറ്റിൻ്റെ ഒരു പ്രശ്നമാണ് ഉള്ളത്. പക്ഷെ അത് നമുക്ക് ഒപ്പിച്ചൊപ്പിച്ച് എടുക്കാൻ പറ്റുന്നൊരു സ്ഥിതിയിലാണുള്ളത്. നോക്കാം, നമുക്ക് ഇതിൻ്റെ സ്ഥിതി അനുസരിച്ച് നമുക്ക് നോക്കി വ്ളോഗ്സ് ചെയ്യാം. അതെ, പറഞ്ഞ പോലെ തന്നെ ഞാൻ എത്രയോ നാളെ ഉണ്ടാവും ഞാൻ കണ്ണൂർ റെയിൽവേയിൽ വന്നിട്ട്. കണ്ണൂരേക്ക് വരുത്തുന്നുണ്ട്, ബൈക്കിലൊക്കെ വരുത്തുന്നുണ്ട്. പക്ഷേ ട്രെയിനിൽ കുറേ കാലമായി വന്നിട്ട്. കണ്ണൂർ ഫാൻസ് ഉണ്ടോ? ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വസവ കൺവെൻഷൻ സെൻറ്ററിലാണ് നമ്മളെ പരിപാടി. നമുക്ക് നേരെ അവിടത്തേക്ക് പോവാം. കണ്ണൂരെത്തി. ചിലപ്പോൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കുറച്ച് ലെങ്ത്തുള്ളൊരു സാധനമായിരിക്കും. 10 മിനിറ്റ് ആ റേഞ്ചാണ്. നോക്കാം. ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ കണ്ണൂരെത്തി. നമുക്ക് വേഗം ഇവിടെ പോവാം. ഈ കൺവെൻഷൻ സെൻറ്ററിലേക്ക് പോവാം. വസവ കൺവെൻഷൻ സെൻറ്ററിലേക്ക് പോകും. വസവ എത്രയാവും? ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഓട്ടോയിൽ കയറി. പിള്ളേരെ കുറേ ഫോട്ടോഷൂട്ടിന് പോയാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഈ ബേബി ബീച്ചിൻ്റെ അടുത്താണ്.
ഇത് സ്കൂൾ വിട്ട ടൈം കൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ. നമ്മളിപ്പോൾ അവൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുന്ന അവിടത്തേക്കാണ് പോകുന്നത്. അവിടെയാണ് പിള്ളേരൊക്കെ ഉള്ളത്. അവിടെ ഫോട്ടോഷൂട്ടാണ്. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏയ് എന്താണ് മോനെ ഇതേ സെറ്റാണ്. ബ്ലാക്ക് ബാഗിലുണ്ട്. പിന്നെ ഗൈസ് ഫോട്ടോഷൂട്ടാണ്. ഇനി എത്ര കൊല്ലം വെച്ചാൽ നാട്ടിൽ വരുന്നത്? ആഫ്റ്റർ 3 years. എന്ത് തോന്നുന്നു? നാട്ടിൽ മാറിപ്പോയാ? ഞാനും കോസ്റ്റ്യൂം മാറി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ കൃഷ്ണൻ ചായ കുടിക്കാൻ വന്നതാണ്. എനിക്കാണെങ്കിൽ നല്ല എന്തോ വയറെന്തോ ആണ്. ചായ കുടിക്കട്ടെ. അങ്ങനെ ഒന്ന് ചായയൊക്കെ കുടിച്ചൊന്ന് സെറ്റായി. പുറത്തു പോകണം. ഇല്ല, പക്ഷെ അദ്ദേഹം തന്റെ കാർ വിറ്റു. ശരിയായ വിലയ്ക്ക് ശരിയായ സ്ഥലത്ത്. അവർ മാത്രമല്ല 50 ലക്ഷത്തിലധികം ഉപഭോക്താക്കളും മൂല്യത്തെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കാർ വാങ്ങുന്നത് കുറച്ച് വെയിറ്റ് ചെയ്ത് നമ്മൾ വരും. എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് സമാധാനത്തിൽ കയറാം. എന്നാ കയറിക്കോ. നമ്മൾ അവിടത്തേക്ക് കയറി. അതെ, പിന്നെ ഇതാണ് വസവ കൺവെൻഷൻ സെൻറ്റർ. ഇതിപ്പോൾ ഷോട്ട് എടുത്ത് എൻട്രി റെഡി ആക്കില്ല എന്നിട്ട് ഒന്നും കൂടി എടുക്കണം എന്നാണ് അവർ പറയുന്നത്. മൊത്തത്തിലൊരു എന്താ പറയുക, കളർഫുള്ളാണ് സംഭവം. ബാക്കി ഞാൻ വഴിയെ കാണിച്ചു തരാം. മൊത്തം സെറ്റല്ല. അപ്പോൾ നിക്കാഹ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ.
الحمد لله رب العالمين الله فلا مضل له ومن يضلل فلا هادي له കോർത്തിന് കിടക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടു. ഈ കൈകളിൽ നിന്ന് നിങ്ങളുടെ മകൾക്ക് കിട്ടണം. നേരത്തെ നിങ്ങളുടെ മകൾ നഈമയെ ഈ പറയപ്പെട്ട സ്വർണ്ണാഭരണം لك وبارك عليك وجمع بينكما في خير. അങ്ങനെ ഒഫീഷ്യലി നിക്കാഹ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പരിപാടീസ് ആണ്. ഓക്കെ, അങ്ങനെ ഗൈസ്, അപ്പോൾ എല്ലാ പരിപാടികളും വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഫൈനൽ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇവിടെ. പിന്നെ നമ്മളെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, ഒരു വിധമുള്ള എല്ലാ പരിപാടികളും സെറ്റായി വൈൻഡപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇതൊരു കിടിലം വ്ളോഗായിരിക്കും എന്തായാലും. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.